ഹായ് റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാ മെമ്പർമാർക്കും നമസ്കാരം. നാസിസ് യൂണിവേഴ്സിറ്റി. ഞാൻ വെലുകുട്ടലായിട്ട് സാറിൻ്റെ അടുത്ത് വന്നാണ്. 1.5 മാസമായി ഇപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് അന്ന് പറഞ്ഞു പോയതാണ്. അടുത്തോടെ കൊണ്ടുപോകാൻ എത്ര കുട്ടികളുണ്ടെന്നൊക്കെ അറിയിച്ചിട്ട് ഇപ്പോൾ വന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് എടുത്താൽ നമുക്ക് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പോയി മുതലെടുത്തുണ്ടെങ്കിൽ ആയത് വിൽക്കാൻ സ്ഥലം തിരഞ്ഞെടുത്താൽ കാണില്ല. അപ്പം മയിൽഫാം നിർത്തേണ്ടി വരും. ഞാൻ അപ്പോൾ 5 വർഷം കഴിഞ്ഞ് 6-ാം വർഷത്തിലേക്ക് എത്താനായി തുടങ്ങി. നമുക്കൊരു കുഴപ്പമില്ലാതെ തന്നെയാണ് സാറിൻ്റെ അടുത്ത് തന്നെയാണ് വന്ന് തന്നത്. പിന്നെ ഒത്തിരി പണി ഇപ്പം എനിക്ക് പണിയൊന്നുമില്ല. ഞാനിപ്പോൾ അതിലാണ്ട് ലയിച്ചു പോയി. എന്താ പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം പോലെ ആയി. രാവിലെ പുല്ലരി വെള്ളം കൊടുക്കും, തേച്ച് കൊടുക്കും, പണി കഴിഞ്ഞു. പിന്നെ അവിടെ പോയി ഇരിക്കാം. ഇതിൻ്റെ പണി, വീട്ടിലെ പണികൾ, കാര്യങ്ങൾ, എനിക്ക് കൃഷിയൊക്കെ ഉണ്ട്. കവുങ്ങ് തെങ്ങൊക്കെ അതിൻ്റെ പണിയൊക്കെ എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ പോകും. ഞാൻ പ്രവാസിയായിരുന്നു. 5 വർഷം 6 വർഷമായി. ഇപ്പം 6-ാമത്തെ വർഷത്തേക്ക് എത്താനായിരുന്നു തുടങ്ങിയിട്ട്. ഞാൻ വിത്ത് സീഡ് വാങ്ങി പോയിട്ട് പിന്നെ ഒരു 5-6-8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സാറിൻ്റെ അടുത്ത് വന്നിട്ട് വയലെടുക്കുന്നത്. അപ്പോൾ വെറുതെ പിടിച്ചിട്ട് ഒന്നും ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ട് അതെന്ന് വിചാരിച്ച് മയൽഫാം തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് ഒരു ബുക്ക് സീഡും തരുന്നുണ്ട്. അത് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേമാതിരി ചെയ്താൽ നമുക്ക് വയൽ വെക്കാൻ പറ്റും. മറ്റേത് ആരെങ്കിലും എന്തെങ്കിലും പറയും, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ചെയ്തേക്ക് പിന്നെ വെറുതെ പിടിച്ചിട്ട് നമ്മളിപ്പോൾ 4 ദിവസം കൊണ്ട് നമുക്ക് വയൽ ഇട്ടുകാണ്ട് ഇതാക്കണം വിചാരിച്ചാൽ നടക്കില്ല. സമാധാനമായിട്ട് പ്രത്യേകിപ്പോൾ കുട്ടികളവിടെ ആയ കുട്ടികളവിടെ ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു പോകും. പിന്നെ അപ്പോൾ ഒരു 1.5 മാസം 2 മാസം ആകുമ്പോഴേക്ക് തൂക്കം റെഡിയാവും. തൂക്കം റെഡി ആയിട്ടോളം പഠിച്ച് പോകുന്നു. എന്താ പറയുക, ഇതൊക്കെ തന്നെ. ഇപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പൈസ ഇട്ട് നമുക്ക് പോകാം. പിന്നെ വേറുള്ളവർക്ക് ഒന്ന് ആളെ തിരഞ്ഞെടുത്ത് പിന്നെ സ്വന്തം മാർക്കറ്റ് ഉണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും എല്ലാവർക്കും ഒന്നും വിജയിക്കില്ല. അതിനിപ്പം ഇവിടുന്ന് കൊണ്ടുപോയാൽ തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. സ്വന്തമായിട്ട് അവർക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യം പഠിച്ച് ചെയ്യുന്നവരിപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം കൊണ്ടുപോയാലൊക്കെ ഇപ്പോഴും യൂട്യൂബ് എടുത്ത് കാണലില്ല. നമ്മൾ ചെയ്യുന്നത് ഒന്ന് കൊണ്ടുപോയി എടുക്കാൻ പറഞ്ഞു അതും പറ്റും. ഇവിടുന്ന് പഠിപ്പിച്ചു തരും നമുക്ക് എൻ്റെ മേലിനെങ്ങനെ വളർത്തേണ്ടതെന്നുള്ള രീതിയിൽ ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവരിപ്പോൾ ആശാനൻ്റെ ഫാമുള്ളത് അതുപോലെ വീടും ഫാമുള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഈ മയിൽ കിടന്ന് അവർക്ക് ഓർഡറിനനുസരിച്ച് മംഗലാപുരം അങ്ങോട്ടും എല്ലാ സ്ഥലത്തേക്കും ആക്കിലോടത്തേക്ക് പോലെ വെട്ടിയിലാക്കി ട്രെയിനിൽ കയറ്റിക്കണം. അത് നമ്മൾ കണ്ടതാണ്, യൂട്യൂബിലൊക്കെ കാണലുണ്ട് നമ്മൾ. അതേമാതിരി ഇവർക്ക് സംവിധാനം നടക്കുന്നുണ്ടല്ലോ. അവർക്ക് അങ്ങനെയുള്ളവർക്ക് നിന്ന് മുതലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവുന്ന സമയത്ത് കൊണ്ടുപോയി വിൽക്കാനും പറ്റും. അങ്ങനെയുള്ള കാര്യം ഒക്കെ സൗകര്യം ഇവിടെ തന്നെ ഉള്ളു. വേറെ എവിടെയും അങ്ങനെ സൗകര്യം ഇവിടെ നമ്മളിപ്പോൾ ഇതുവരെ യൂട്യൂബിലൊന്നും കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇറച്ചിയാക്കും. നമ്മൾ ഉണ്ടായി കൊടുത്താൽ ഇറച്ചിയാക്കി അതേപോലെ പൈസക്ക് വിറ്റ് പോകും. അതേപോലെ നമുക്ക് പൈസയും തരും. അതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അന്ന് കൊണ്ടുവന്ന വയലാണ്. ഇനിയിപ്പോൾ ഇതേപോലെ വയൽ ആയത് കുട്ടികളായത് അവിടെ കൊണ്ടുവരാനുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ ചെക്ക് മേടിച്ചുണ്ടാവും സാറിൻ്റെ അടുത്ത് നിന്ന്. പോകുമ്പോൾ കൊടുത്താൽ തിരുവനന്തപുരം പൈസ വാങ്ങി പോകണമെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ നമ്മൾ ബാങ്കിൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ATMക്ക് അത് പൈസ വന്നോളൂ. നമുക്ക് ആവശ്യമുള്ളപ്പം അവർക്ക് തിന്നാൻ കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് പൈസക്ക് പോരാനുള്ള സമയത്ത് പോയി വാങ്ങാം. തിന്നാൻ കൊടുക്കാൻ പൈസ നമ്മളെടുത്ത് വേണം. ഇല്ലെങ്കിലും അതിൽ വളർത്താൻ ഒരുങ്ങിയാൽ ബുദ്ധിമുട്ടാവും. അപ്പോഴേ നമുക്ക് കൊണ്ടുവന്ന് വിൽക്കാനുണ്ടാവുള്ളൂ. ഇതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത്. അല്ലാതെ കുറച്ച് മയിലുണ്ടായിട്ട് തിന്നാൻ കൊടുക്കാനൊന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് തിന്നാൻ കൊടുക്കാൻ പിന്നെ അത് ഇല്ലാതായി പോകുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനാരും ശ്രമിക്കരുത്. ഒരുങ്ങുമ്പോൾ നല്ല മട്ടം പോലെ ഒരുങ്ങിയിട്ട് തീറ്റ കൊടുക്കുക. അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് പൈസയൊക്കെ വാങ്ങിപ്പോയിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തുക. അപ്പോഴേ മാറി കൊണ്ടുവന്ന് എടുക്കാണ്ടാവും. ഇത്രയും എനിക്ക് പറയാനുള്ളത്.